ശ്രീജിത്ത് പണിക്കർ, CPM ഒറ്റക്കെട്ടായി തിരുത്താൻ തയ്യാറെടുക്കുകയാണ്. നോക്കൂ, ഞങ്ങളിതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ തിരുത്തൽ നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തിരുത്താൻ തയ്യാറായ ഒരു പാർട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആവശ്യത്തിന് എവിടെയെല്ലാം തെറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും വിമർശനങ്ങൾ ഉയരുകയാണ്, എല്ലാം മുഖ്യമന്ത്രിയിൽ പഴിചാരിക്കൊണ്ട്. എന്തിനാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം, എന്തിനാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വച്ചു കെട്ടുന്നത്? ശ്രീമതി അപർണ, ഈ ഒരു വിഷയം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് തോൽവിയുടെ കാരണങ്ങളായിട്ട് CPM-ന്റെ സംസ്ഥാന സമിതിയിൽ വന്നിരിക്കുന്ന ചർച്ചകളെ പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CPM-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPI-യുടെ ജില്ലാ കൗൺസിലുകളിലടക്കം അവർ ചർച്ച ചെയ്തിരിക്കുന്ന കാരണങ്ങളെ പറ്റി എല്ലാം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തോൽവിയുടെ കാരണങ്ങളായിട്ട് CPM ആണെങ്കിലും CPI ആണെങ്കിലും പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സംസ്ഥാന ഭരണത്തിന്റെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉദാഹരണത്തിന്, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, അവരുമായി സംവദിക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം, ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല, സപ്ലൈകോയിൽ കൃത്യമായിട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക അവസ്ഥയുടെ കാരണം ആൾക്കാരെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നതിന് പരാജയപ്പെട്ടു, തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ദേശീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് CPM-ന്റെ പരാജയത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം എന്നുള്ള വിലയിരുത്തലുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? സംസ്ഥാന ഭരണത്തിലേക്കാണ്, ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ സാരഥ്യം വഹിക്കുന്ന ആൾക്കാരിലേക്കാണ്. പക്ഷെ ആ ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബ്ലെയിമുമില്ല. ഇപ്പോൾ പല ഘടകങ്ങളിലുള്ള വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പാർട്ടിയുടെ ഈ ഭരണ സംവിധാനത്തിന്റെ നെടുംതൂണാണ് എന്നാണ്. അദ്ദേഹത്തിന് ശൈലിമാറ്റം ഉണ്ടാകേണ്ടെന്ന ആവശ്യമില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല, പക്ഷെ പാർട്ടി പല തിരുത്തലുകളും നടത്തും എന്നാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണരീതി, അദ്ദേഹത്തിന്റെ ശൈലി, ഈ കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങളിൽ മാറ്റമില്ലാതെ ഏത് രീതിയിലുള്ള മാറ്റമാണ് ഒരു ശൈലി മാറ്റം എന്ന രീതിയിൽ അല്ലെങ്കിൽ തിരുത്തൽ എന്ന രീതിയിലത്തേക്ക് CPM നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇനി CPM-ന്റെ നയവ്യത്യാസം എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് എത്തുന്നത് നേരിട്ട് പാർട്ടി വഴിയല്ലല്ലോ, അത് ഭരണ സംവിധാനം വഴിയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുക എന്നുള്ളത് ഭരണപരമായിട്ട് ഉണ്ടാകേണ്ടുന്ന തീരുമാനമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ, ഇപ്പോൾ വെൽഫെയർ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ പറയുന്നതിനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനോ ശ്രമിക്കേണ്ടത് സർക്കാരുമാണ്. അപ്പൊ ആ സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും കുറ്റമില്ല, അവർ ശൈലിമാറ്റത്തിന് വിധേയരാകേണ്ടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന മാറ്റം വരേണ്ടതുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ശ്രീ ഗോവിന്ദൻ അടക്കം ആരും തന്നെ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ CPM-ൽ നിന്ന് ഭൂരിപക്ഷ സമുദായങ്ങൾ അകന്നു, ന്യൂനപക്ഷ സമുദായങ്ങൾ അകന്നു, പിന്നോക്ക വിഭാഗങ്ങളും അവരിൽ നിന്ന് അകന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിലയിരുത്തൽ വരുന്ന സമയത്തേക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് SNDP അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന്റെ വോട്ട് മാറിയിരിക്കുന്നതൊക്കെ തന്നെ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും CPM-നോട് പരമ്പരാഗതമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കാരണത്താൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ അതിലുണ്ടാകുന്ന RSS വൽക്കരണമാണ് അല്ലെങ്കിൽ വർഗീയവാദമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തിനെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ്. നാളെയും ഇവരെ പോയി കാണേണ്ടതാണ് എന്നും സർക്കാരിന്റെയോ പാർട്ടിയുടെയോ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇവരിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പോലും പാർട്ടി മറന്നിട്ട് തൽക്കാലത്തേക്ക് ഈ ഭരണസാരഥ്യം വഹിക്കുന്ന ആൾക്കാരെ വെള്ളപൂശുന്നതിനോ അവരെ പ്രതിസ്ഥാനത്ത് നിർത്താതിരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലീഗിനെയും കുറ്റം പറയുന്നത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച, മാധ്യമങ്ങളിൽ അടക്കം വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ലീഗ് ഇടത്തേക്കോ എന്നുള്ളതായിരുന്നു. കാരണം CPM-ന്റെ നയപരിപാടികളുടെ ഭാഗമായിട്ട് പലപ്പോഴും ന്യൂനപക്ഷ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പല സമ്മേളനങ്ങൾ നടത്തുന്നു, പല പരിപാടികൾ നടത്തുന്നു. അതിലേക്കൊക്കെ ചില പരിപാടികളിലേക്കൊക്കെ തന്നെ ലീഗിനെ ക്ഷണിക്കുമ്പോൾ ലീഗ് ആലോചിച്ചിട്ട് പറയാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് പോലും അവിടെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലും ലീഗിന്റെ ഒരുപക്ഷെ മുന്നണി മാറ്റത്തിന് ഉള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലത്തേക്കൊക്കെ ചർച്ച ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ലീഗ് ഇതേപോലെ ഒരു വർഗീയ പാർട്ടിയായി മാറുന്നു എന്ന നിലയ്ക്കുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം SDPA പോലെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും
തമാശ നിറഞ്ഞ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷനാണ്. കാരണം 2 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകളിൽ അതിശക്തമായിട്ട് ജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ അവരുടെ മുഖം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ആരാണ്? 15 സീറ്റിൽ മത്സരിച്ചതിൽ 14 അമ്പയെ പരാജയപ്പെട്ടു പോയിരുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പറയുന്നത് നിങ്ങളുടെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് വർഗീയ പാർട്ടി എന്ന രീതിയിലേക്കുള്ള ഒരു വിളിപ്പേര് ലീഗ് ഒരു കാലത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയോട് SDPയെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പാർട്ടികളുടെ രീതിയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് PDP ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 15 വർഷം മുമ്പ് CPIയുടെ ശ്രീ AB ബർദാൻ അടക്കം PDP എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇപ്പോ ശ്രീ VD സതീശൻ തന്നെ പറയുന്നത് പോലെ 2019 വരെ ഇവർക്ക് പലപ്പോഴും പിന്തുണ നൽകിയിരുന്ന പല പാർട്ടികൾ, വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, SDPI ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഈ സംഘടനകളെല്ലാം തന്നെ അവരോടൊപ്പം തങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ ഇവരെല്ലാവരും വർഗീയമാണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും വർഗീയമാണ് എന്ന രീതിയിലത്തേക്ക് വിമർശിക്കാൻ വരെ CPM തയ്യാറാകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ കുറേയധികം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷേ അത് മുഖ്യമന്ത്രിയോട് പറയുന്നതിനോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ശൈലിമാറ്റം ഉണ്ടാകണം എന്ന് പറയുന്നതിനോ അതിനകത്ത് പാർട്ടിക്ക് പറയാൻ തുടർ ഭരണത്തിലേക്ക് നയിച്ച ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പിണറായിയാണ്. ഇപ്പോഴും അതെ എന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങളടക്കം പിണറായി വിജയനെ വേട്ടയാടുകയായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു. എന്നിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? അതായത് ഇപ്പോഴും തിരിച്ചു വരാനുള്ള ഒരു സമയം ഇവിടെയുണ്ട്, സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അല്ല, തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമോ സമയമോ ഇല്ല എന്ന് ഞാനും കരുതുന്നില്ല. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2019 ഇലക്ഷൻ, ആ ഇലക്ഷനിൽ വളരെ വലിയ രീതിയിലുള്ള ദയനീയമായിട്ടുള്ള പരാജയം CPMന് ഉണ്ടാകുന്നു. പക്ഷേ അതിന് തൊട്ടടുത്ത വർഷം നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ വലിയ രീതിയിലുള്ള വിജയം നേടുന്നു. ഒരു വർഷം കൂടി കഴിഞ്ഞ് നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മുമ്പത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തി വളരെ വലിയൊരു ഇടത് തരംഗം ഉണ്ടാക്കിക്കൊണ്ട് 100ഓളം സീറ്റുകൾ ജയിച്ച് അവർ അധികാരത്തിലേക്ക് വരുന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് 2019 പരാജയം എന്താണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്, അത് ആരോടൊക്കെ പറയണം, വീട്ടുകാരോട് വീടുകളിൽ ഗൃഹസമ്പർക്കം നടത്തിയതിനു ശേഷം ഏറ്റുപറയേണ്ടത് തെറ്റുകളുണ്ടോ, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയതിനു ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഇപ്പൊ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശബരിമല വിഷയമായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് എങ്ങനെയാണ് പിന്നീട് നിലപാട് വ്യത്യാസം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വീട് വീടാന്തരം ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് കയറി പല സ്ഥലങ്ങളിലും അവർ പരസ്യമായിട്ട് വീട്ടുകാരോട് മാപ്പ് പറയുകയും ഇനി അങ്ങനെയുള്ള പരിപാടികളിലേക്കൊന്നും ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി, അതിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തം ഉൾക്കൊള്ളുന്നു, അത് ആൾക്കാരോട് പറയുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമുണ്ടായി. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. ഇനിയും അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള സമയമുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സമയമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേശീയ രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടിയതിനു ശേഷം അവരുടെ നിലപാട് പുറത്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, കേരളമില്ല എന്നല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലേക്ക് പറയുന്നത്. പക്ഷേ 2019 2024 കേവലം ഒരു MP മാത്രം ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് എന്നും അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീതാറാം യെച്ചൂരി പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് പോലും അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇവിടെയുള്ള ഭരണപരാജയമാണ്. അപ്പൊ 2019 സാഹചര്യമല്ല 2024 പരാജയത്തിന് കാരണം. അന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുന്നു, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP ആകുന്നു, അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള പ്രചരണം, ഒപ്പം ശബരിമല വിഷയം എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല ഇന്ന് ഭരണപരമായിട്ടുള്ള വിഷയം. നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഭരണപരമായിട്ടുള്ള വിഷയമാണ്, സപ്ലൈകോ വിഷയം എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള ഒരു വിഷയമാണ്. CPI അവരുടെ സ്വന്തം മന്ത്രിമാരെ കൃഷി വകുപ്പിനാണെങ്കിലും സിവിൽ സപ്ലൈസിലാണെങ്കിലും അവർ വിമർശിക്കുന്നത് ഭരണപരമായിട്ടുള്ള വിഷയമാണ്. അങ്ങനെ ഏത് വിഷയം നോക്കിക്കഴിഞ്ഞാലും ഭരണപരമായിട്ടുള്ള സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നിടത്താണ് സംസ്ഥാനത്തെ ഭരണം പ്രതികൂട്ടിലാകുന്നത്. സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട്, പക്ഷേ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളത് കാണേണ്ടതാണ്.